നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹെർപ്പസ് വൈറസിൻ്റെ മോർഫോളജിയാണ് പറഞ്ഞത്. ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ പാത്തോജെനസിസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഹെർപ്പസ് വൈറസ് അല്ലെങ്കിൽ ഹെർപ്പസ് വലിയ ഫാമിലിയുടെ സബ് ഫാമിലിയായിട്ട് 3 ഫാമിലീസ് ഉണ്ട്: ആൽഫ, ബീറ്റ, ഗാമ. അതിൽ ആൽഫയിലാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഹ്യൂമൻ ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് 1ഉം 2ഉം പിന്നെ വാരിസെല്ല സോസ്റ്റർ വൈറസും വരുന്നത്. ബീറ്റയിലാണ് സൈറ്റോമെഗാലോ വൈറസ് ഒക്കെ വരുന്നത്. ആൻഡ് ഗാമയിലാണ് എപ്സ്റ്റീൻ ബാർ വൈറസ്, കപ്പോസി സാർക്കോമ അസോസിയേറ്റഡ് ഹെർപ്പസ് ഒക്കെ വരുന്നത്. നമ്മളിവിടെ ഇപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണ്? സിംപ്ലെക്സ് വൈറസ് ആണ്. 1ഉം 2ഉം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഏത് ഫാമിലിയിലാണ്? ആൽഫ ഫാമിലി. ഓക്കെ, ഇനി പാത്തോജെനസിസിലോട്ട് പോവാം. പാത്തോജെനസിസ് എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മൾ ഹെർപ്പസ് വൈറസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ മനസ്സിൽ ഒരു എന്താണ്, ഇപ്പോൾ വാട്ട്സ്, അൾസേഴ്സ് ഒക്കെയാണ് വരുന്നത് അല്ലേ. അപ്പം ഇനി HSV1 ഉണ്ട്, HSV2 ഉണ്ട്. ഇത് വരുന്ന സ്ഥലമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പം HSV1 ആണെങ്കിൽ നമ്മുടെ ഒരു മൗത്ത് ഏരിയ ഒക്കെ ഉണ്ടല്ലോ, മൗത്ത് ഏരിയ, ഫേസ് ഏരിയ, അവിടെയൊക്കെയാണ് HSV1 ഉള്ളത്. HSV2 എന്ന് പറയുമ്പം നമ്മുടെ ജെനിറ്റൽ ഏരിയയിലാണ് വരുന്നത്. അപ്പം ഏതൊരു ഡിസീസിൻ്റെ പാത്തോജെനസിസ് പറയുമ്പോഴും നമ്മൾ ആദ്യം എന്താണ് പറയുന്നത്? എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഏത് വഴി കൂടെ നമ്മുടെ ബോഡിയിൽ കയറി, അതാണ് പറയുന്നത്. അപ്പോൾ HSV1 ആണെങ്കിൽ ഒരു ഓറോഫെരിഞ്ചൽ കോണ്ടാക്ട്, അതായത് മൗത്ത് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് സലൈവയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള സ്കിൻ കോണ്ടാക്റ്റ് ഒക്കെ കൊണ്ടാണ് HSV1 വരുന്നത്. അതേസമയം HSV2 വന്നിട്ട് സെക്ഷുവൽ കോണ്ടാക്ട് അല്ലെങ്കിൽ വേർട്ടിക്കൽ മോഡ് എന്നാണ് പറയുന്നത്. വേർട്ടിക്കൽ മോഡ് എന്ന് പറയുമ്പം ഒരു പേരൻറ്റ് അവരുടെ ഓഫ് സ്പ്രിങ്ങിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ വേർട്ടിക്കൽ മോഡ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ മോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പം HSV1 ഹൊറിസോണ്ടൽ മോഡ് നമുക്ക് പറയാം. അപ്പോൾ പാത്തോജെനസിസിലെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ട്രാൻസ്മിഷൻ എങ്ങനെ വന്നു എന്നുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞു. HSV1 നമ്മൾ ഡിസ്കസ് ചെയ്തു, HSV2 ഡിസ്കസ് ചെയ്തു. അടുത്ത സൈറ്റ് ഓഫ് ഇൻഫെക്ഷനാണ്. എവിടെ വരുന്നു, എവിടെ? അപ്പോൾ HSV1 ആണെങ്കിൽ എവിടെയാണ്? എബവ് ദ വേസ്റ്റ്, അതായത് മോസ്റ്റ് കോമൺ സൈറ്റ് ഇസ് അറൗണ്ട് ദ ലെഫ്റ്റ്, മൗണ്ട് അല്ല, സോറി മൗത്താണ്, മൗത്ത്. ഓക്കെ, മൗത്ത്. HSV1 എവിടെയാണ് ഇസ് മോസ്റ്റ് കോമൺ സൈറ്റ് ഇസ് അറൗണ്ട് ദ ലെഫ്റ്റ് മൗത്ത്. ഓക്കെ, ഇനി HSV2 ആണെങ്കിൽ ബിലോ ദ വേസ്റ്റ്, അതായത് കോമൺ സൈറ്റ് എന്ന് പറയുന്നത് ജെനിറ്റൽ ഏരിയ ആണ്. അടുത്തിന് നമുക്ക് കുറച്ച് എങ്ങനെയൊക്കെ സ്പ്രെഡായെന്നൊക്കെ പറയാം. അപ്പം വൈറസ് ഇപ്പോൾ ഫസ്റ്റ് ഇപ്പം എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞു, ഇപ്പം സെക്ഷൽ കോണ്ടാക്ട് വഴിയോ അല്ലെങ്കിൽ ഓറോഫെരിഞ്ചൽ കോണ്ടാക്ട് വഴിയോ ആ ഒരു ലോക്കൽ സൈറ്റിൽ, അതായത് നമ്മുടെ ഫേസോ മൗത്തോ ജെനിറ്റൽ ഏരിയ, ആ ലോക്കൽ സൈറ്റിൽ അവിടെ എത്തി. എന്നിട്ട് എന്ത് പറ്റി? അവിടുത്തെ ലോക്കൽ സൈറ്റിൽ അവിടുത്തെ ലോക്കൽ നെർവ് എൻഡിങ്സിനെ ഇൻവേഡ് ചെയ്യും. ഓക്കെ, അവിടുത്തെ നെർവ് സംഭവത്തിന് ഇവർ ഇൻവേഡ് ചെയ്യും. എന്നിട്ട് ഈ വൈറസിന് നമുക്ക് റെട്രോഗ്രേഡ് ആക്സോണൽ ഫ്ലോ ആണ്. റെട്രോഗ്രേഡ് ആക്സോണൽ ഫ്ലോ ടു ഡോർസൽ റൂട്ട് ഗാംഗ്ലിയ. അതായത് നമ്മളെപ്പോഴും എല്ലാം പറയുന്നത് എങ്ങനെയാണ്? സെൽ ബോഡിയിൽ നിന്ന് ആക്സോണിലോട്ട് പോയി എന്നല്ലേ. പക്ഷേ റെട്രോഗ്രേഡ് എന്ന് പറയുമ്പം ഈ ആക്സോണിൽ നിന്ന് സെൽ ബോഡിയിലോട്ട് വരുന്നത്, അതാണ് ബേസിക്കലി റെട്രോഗ്രേഡ് ആക്സോണൽ ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡോർസൽ റൂട്ട് ഗാംഗ്ലിയയിലിപ്പോൾ അവിടെ പോയിട്ട് റെപ്ലിക്കേറ്റ് ആവും ആൻഡ് ഇറ്റ് അണ്ടർഗോസ് ലേറ്റൻസി. ഞാനൊരു കാര്യം പറയാൻ വിട്ടു. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഹെർപ്പസ് വൈറസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവർക്ക് ലേറ്റൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ലേറ്റൻസി ആയിട്ട് ഇവർക്ക് ഇരിക്കാൻ പറ്റും. കുറേ വർഷം ഇവർ സിംറ്റം ഒന്നും കാണിക്കാതെ ഒരു ലേറ്റൻറ്റ് പീരീഡ് നിന്നിട്ട് കുറേ വർഷം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് സ്റ്റിമുലസ് ഉണ്ടായിട്ട് ഇവരെന്ത് പറ്റും? റീഇൻഫെക്ഷൻ വരും. രണ്ടാമത് ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ പോലെ വരും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ്? വൈറസ് ആൻഡ് ഇൻവേഡ്സ് ലോക്കൽ നെർവ് എൻഡിങ്സ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് ബൈ റെട്രോഗ്രേഡ് ആക്സോണൽ ഫ്ലോ ആണ് ടു ഡോർസൽ റൂട്ട് ഗാംഗ്ലിയ, റെപ്ലിക്കേറ്റ്സ് ആൻഡ് അണ്ടർഗോസ് ലേറ്റൻസി. ഓക്കെ, അപ്പം ലേറ്റൻസി. അപ്പോൾ പ്രൈമറി ഇൻഫെക്ഷൻസ്, എന്നിട്ട് അവർ പ്രൈമറി ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. പ്രൈമറി ഇൻഫെക്ഷൻസ് വന്നിട്ട് മൈൽഡ് അസിംറ്റമാറ്റിക് ആണ്, പക്ഷേ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഹോസ്റ്റ്, ഇപ്പം HIV വന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്രഗ്നൻസി ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പം ഇമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർ, ഇപ്പം
ലിംഫോമ അങ്ങനത്തെയൊക്കെ ക്യാൻസർ വരുമ്പം ഇമ്മ്യൂണിറ്റിനെ ബാധിക്കുമല്ലോ, അല്ലെങ്കിൽ നല്ല പ്രായമുള്ള ആൾക്കാർക്ക്, അങ്ങനത്തെയൊക്കെ ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വൈഡ് സ്പ്രെഡ് ലൈക്ക് ഓർഗൻ ഇൻവോൾവ്മെൻറ്റും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വരും. ഈ സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻസ്, ഓർഗൻ ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഇനി അടുത്ത് ക്ലിനിക്കൽ ഫീച്ചേഴ്സിൻ്റെ മാനിഫെസ്റ്റേഷനിലെല്ലാം പറയും. അപ്പം ലേറ്റൻറ്റ് ഇൻഫെക്ഷൻസ്, HSV ഹാസ് എ ടെൻഡൻസി ടു അണ്ടർഗോ ലേറ്റൻസി ഇൻ ന്യൂറോൺസ്. അത് ഞാൻ പറഞ്ഞു, ഇവരെന്താണ് ലേറ്റൻസി പീരീഡിൽ ഈ HSV വൈറസിന് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ലേറ്റൻസിനെ വെച്ചാണ്, ലേറ്റൻസി എവിടെ നടക്കുന്നതെന്നാണ് പറയുന്നത്. HSV1 ട്രൈജെമിനൽ ഗാംഗ്ലിയയിലും HSV2 സേക്രൽ ഗാംഗ്ലിയയിലുമാണ്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം, HSV1 സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പം അറൗണ്ട് ഫേസ്, അറൗണ്ട് മൗത്ത് ഒക്കെയാണ്. അതേസമയം HSV2 എവിടെയാണ്? അറൗണ്ട് ജെനിറ്റൽ ഏരിയ ആണ്. അതുപോലെ തന്നെ അപ്പം അവരുടെ ലേറ്റൻസി HSV1 എവിടെയായിരിക്കും? ട്രൈജെമിനൽ ഗാംഗ്ലിയയിലും. HSV2 എവിടെയാണ്? സേക്രൽ ഗാംഗ്ലിയയിലും. അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ, നമ്മളിപ്പം എന്തിനെക്കുറിച്ചാണ്? ലേറ്റൻറ്റ് ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. HSV ഡസ് നോട്ട് റെപ്ലിക്കേറ്റ് ഇൻ ലേറ്റൻറ്റ് സ്റ്റേജ്. ആൻഡ് ഈ ലേറ്റൻറ്റ് സ്റ്റേജിൽ റെപ്ലിക്കേറ്റ് ഒന്നും ചെയ്യാനും പറ്റത്തില്ല, ആൻഡ് ഓൾസോ ഐസൊലേറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, അതാണ് ലേറ്റൻറ്റ് പീരീഡ്. അപ്പം നമ്മൾ നെർവ് വഴി സ്പ്രെഡായെന്ന് പറഞ്ഞു, പ്രൈമറി ഇൻഫെക്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഇൻഫെക്ഷൻസ് ഓക്കെ, ഇൻഫെക്ഷൻ പറഞ്ഞു. മൈൽഡിലായിരിക്കും, അസിംപ്റ്റമാറ്റിക് ആണ്. പക്ഷേ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വൈഡ് സ്പ്രെഡ് ഓർഗൻ ഇൻവോൾവ്മെൻറ്റും സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻസ് വരും. അത് കഴിഞ്ഞ ശേഷം ലേറ്റൻറ്റ് ഇൻഫെക്ഷൻ, അതായത് ഇവർ ലേറ്റൻസി പോവും. HSV1 എവിടെ? ട്രൈജെമിനൽ. HSV2 എവിടെ? സേക്രൽ ഗാംഗ്ലിയ. അവിടെ റെപ്ലിക്കേഷൻ നടക്കൂ? ഇല്ല. ആൻഡ് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുമോ? അതും ഇല്ല. ഇനി റെക്കറൻറ്റ് ഇൻഫെക്ഷൻ, ഇവരിങ്ങനെ ലേറ്റൻറ്റ് പീരീഡിൽ ഇരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് പ്രൊവോക്കേറ്റീവ് സ്റ്റിമുലൈ വരും. അതായത് ഇപ്പം ഫീവർ ആവാം, ഒരു ആക്സോണൽ ഇഞ്ചുറി ആവാം, ഫിസിക്കൽ ഇമോഷണൽ സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ UV ലൈറ്റായിട്ടുള്ള ഒരു എക്സ്പോഷർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിമുലസ് എന്തൊക്കെയാണ്? ഫീവർ, ആക്സോണൽ ഇഞ്ചുറി, ഫിസിക്കൽ ഓർ ഇമോഷണൽ സ്ട്രെസ്, എക്സ്പോഷർ ടു അൾട്രാ വയലറ്റ് ലൈറ്റ്. ഇപ്പോൾ ഇങ്ങനത്തെയൊക്കെ സ്റ്റിമുലൈ വരുമ്പം എന്ത് പറ്റും? ഈ ലേറ്റൻ്റ് ആയിട്ടിരിക്കുന്ന ഈ വൈറസ് റീആക്ടിവേറ്റ് ആവും. എന്നിട്ട് എന്താണ്? ഇപ്പോൾ എവിടെയാണ്? ഒരാൾ ട്രൈജെമിനലായിരിക്കും, മറ്റേ എവിടെയാണ്? മറ്റേ മീൻസ് രണ്ടുപേരും ഒരുമിച്ചെന്നായിരിക്കില്ല. ഇപ്പോൾ HSV1 ആണെങ്കിൽ ട്രൈജെമിനലും, 2 ആണെങ്കിൽ സേക്രലും ആയിരിക്കും. അവിടെ ഇരുന്ന വൈറസ് via the axonal spread, virus go back to the peripheral site. തിരിച്ച് ആ പെരിഫറൽ സൈറ്റിലോട്ട് വരെയും അവിടെ വന്ന് വീണ്ടും റെപ്ലിക്കേഷൻ ചെയ്യും. റെപ്ലിക്കേഷൻ സ്കിന്നോ മ്യൂക്കോസ. എന്നിട്ട് ഉണ്ടാക്കുന്ന ലീഷൻസിനെയാണ് നമ്മൾ സെക്കൻഡറി ലീഷൻസ് എന്ന് പറയുന്നത്. ഇനി റെക്കറൻറ്റ് ഇൻഫെക്ഷൻസ് കമ്പയറിങ് ടു ദ പ്രൈമറി ഇൻഫെക്ഷൻസ് ആർ ലെസ് എക്സ്റ്റെൻസീവ് ആണ്, ലെസ് സിവിയർ ആണ്. വൈ? ബിക്കോസ് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, ബിക്കോസ് ഇമ്മ്യൂണിറ്റി ഓൾറെഡി നമുക്ക് ഫസ്റ്റ് ഇൻഫെക്ഷൻ വരുമ്പം നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവുമല്ലോ ഈ ഇൻഫെക്ഷന് എതിരായിട്ട്. അപ്പോൾ റെക്കറൻറ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ ലെസ് എക്സ്റ്റെൻസീവ്, ലെസ് സിവിയർ ആയിരിക്കും. ഓൾറെഡി നമുക്ക് അതിനെതിരെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഹോസ്റ്റ് ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട്. റെക്കറൻറ്റ് ഇൻഫെക്ഷൻസ് അസിംപ്റ്റമാറ്റിക് ആണ്, യൂഷ്വലി അസിംപ്റ്റമാറ്റിക് ആണ്. പക്ഷേ സെക്രീഷൻസിൽ കൂടെ ഷെഡഡ് ചെയ്യും. അതായത് ഇപ്പം HSV2 ആണെങ്കിൽ HSV2 ഉള്ള ഒരാൾക്ക് റെക്കറൻറ്റ് ഇൻഫെക്ഷൻ, അയാൾ ചിലപ്പോൾ സിംറ്റം കാണിക്കത്തില്ലായിരിക്കും, പക്ഷെ അയാളുമായിട്ട് ഇപ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നൊരു മറ്റൊരാൾക്ക് എന്ത് പറ്റും? ഈ ഡിസീസ് വരും. ബിക്കോസ് സെക്രീഷൻസിൽ ഷെഡ് ചെയ്യും. ഇതാണ് ഇത്രയും പാത്തോജെനിസിസ്. പാത്തോജെനിസിസ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയുന്നത്? ആദ്യം നമ്മളെന്ത് പറയും? എങ്ങനെ ട്രാൻസ്മിഷൻ ഏത് റൂട്ട് വഴിയാണ്? അപ്പോൾ HSV1 ആണെങ്കിൽ സലൈവയാണെന്നും, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്കിൻ കോണ്ടാക്റ്റും ഓറോഫെരിഞ്ചൽ കോണ്ടാക്ട് എന്ന് പറഞ്ഞു. HSV2 ആണെങ്കിൽ വെർട്ടിക്കൽ സെക്ഷുവൽ കോണ്ടാക്ട് എന്ന് പറഞ്ഞു. അടുത്ത എൻ്റെ ക്വസ്റ്റ്യൻ, എവിടെ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ എവിടെ നിന്നാണ്? അപ്പോൾ ഒന്ന്
മൗത്ത്, മറ്റതവിടെ ജെനിറ്റൽ ഏരിയയിലാണ്. അടുത്ത് എങ്ങനെ സ്പ്രെഡ് ആവുന്നുള്ള കഥ എഴുതണം. അതായത് നെർവിലാണ്, ലോക്കൽ സൈറ്റാണ്, റെട്രോഗ്രേഡ് ആക്സോണൽ ഫ്ലോ, അതായത് ആക്സോണിൽ നിന്ന് സെൽ ബോഡിയിലോട്ട് പോകും, എന്നിട്ട് ഡോർസൽ റൂട്ട് ഗാംഗ്ലിയയിൽ വെച്ച് റെപ്ലിക്കേറ്റ് ചെയ്യും. അത് അപ്പോഴാണ് അവർ പ്രൈമറി ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. പിന്നെ പ്രൈമറി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ ശേഷം അവർ ലേറ്റൻറ്റ് സ്റ്റേജിലോട്ട് പോകും. ഇവിടെയാണ് ലേറ്റൻറ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു ട്രൈജെമിനൽ ഗാംഗ്ലിയ, സാക്രൽ ഗാംഗ്ലിയ. ആൻഡ് ഈ ലേറ്റൻറ്റ് സ്റ്റേജിൽ അവർ റെപ്ലിക്കേറ്റ് ഒന്നും ചെയ്യത്തില്ല. ആൻഡ് ദേ കനോട്ട് ബി ഐസൊലേറ്റഡ് ഡ്യൂറിങ് ലേറ്റൻസി. അത് കഴിഞ്ഞ ശേഷം എന്തെങ്കിലുമൊക്കെ ലൈക്ക് ഒരു പ്രൊവോക്കേറ്റീവ് സ്റ്റിമുലി, ഫീവർ, ആക്സോണൽ ഇഞ്ചുറി, ഫിസിക്കൽ ഓർ ഇമോഷണൽ സ്ട്രെസ്, എക്സ്പോഷർ ടു അൾട്രാ വയലറ്റ് ലൈറ്റൊക്കെ ഉണ്ടാകുമ്പം എന്ത് വെച്ചും ഈ ലേറ്റൻറ്റ് വൈറസ് റീആക്ടിവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്, ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇവിടുന്ന് തിരിച്ച് പെരിഫറൽ സൈറ്റിലോട്ട് പോവും. അവിടെ പോയി റെപ്ലിക്കേറ്റഡ് ആവും. റെപ്ലിക്കേറ്റ് ആയിട്ട് അവിടെ എന്തുണ്ട്, സെക്കൻഡറി ലീഷൻസ് ഉണ്ടാവും. ആൻഡ് ഈ സെക്കൻഡറി ലീഷൻസ് എന്ന് പറയുമ്പം ലെസ് എക്സ്റ്റെൻസീവ്, ലെസ് സിവിയർ ആണ്. ഓൾറെഡി നമുക്ക് ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് അസിംറ്റമാറ്റിക് ആണ്, പക്ഷേ സെക്രീഷൻസിൽ ഷെഡഡ് ആവും. ഇതാണ് പാത്തോജെനിസിസ്. അപ്പോൾ പാത്തോജെനിസിസ് കഴിഞ്ഞു.